യെസ്, അങ്ങനെ നമ്മളുടെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ കംപ്ലീറ്റ് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഒഫീഷ്യലി MCCയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ളത് നമ്മളുടെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ സ്റ്റേറ്റ് കൗൺസിലിങ്ങിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഏകദേശം ഇവർ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ കീമിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വന്നിട്ടില്ല. പക്ഷേ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ടാവും. നമ്മളുടെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈം ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഡൗട്ടുള്ളത് ഓൾ ഇന്ത്യയിലെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, കീമിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും, അവിടെ എന്തൊക്കെ ഓപ്ഷൻ ഉള്ളത്, ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടാവും. ഇതെല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, ടോട്ടലി നമ്മൾക്ക് ഉണ്ടാകുന്നത് 3 റൗണ്ട് ഓഫ് അലോട്ട്മെൻറ്റ്സ് ആണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, 3 റൗണ്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 റൗണ്ട് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റും 3 റൗണ്ട് സ്റ്റേറ്റ് അലോട്ട്മെൻറ്റും ഉണ്ടാവും. ഒരു ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് അലോട്ട്മെൻറ്റ്, രണ്ടാമത്തെ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ് അലോട്ട്മെൻറ്റ്, മൂന്നാമത്തെ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ്, മൂന്നാമത്തെ സ്റ്റേറ്റ് അലോട്ട്മെൻറ്റ്. ഈ പറഞ്ഞിട്ടുള്ള ഒരു അലോട്ട്മെൻറ്റിലും ഒരു സീറ്റ് പോലും കിട്ടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഒരു സ്ട്രേ റൗണ്ട്, ഏതെങ്കിലും സീറ്റുകൾ ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒഴിവുകളിലേക്കായിട്ട് ഒരു സ്ട്രേ അലോട്ട്മെൻറ്റ് കൂടെ എന്ത് ചെയ്യാറുണ്ട്, ഏറ്റവും ലാസ്റ്റ് നടത്താറുണ്ട്. അത് ഒഴിവുണ്ടെങ്കിൽ മാത്രം. ഇനി ആ സ്ട്രേയിലും ഈ ഒഴിവുകൾ തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു സ്ട്രേ റൗണ്ട് വെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സ്ട്രേ റൗണ്ട് എന്തായാലും ഉണ്ടാകും. അതിനുശേഷമുള്ള സ്ട്രേ റൗണ്ട് ഒഴിവുകൾ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക ഉണ്ടാവുക. അപ്പോൾ ഡേറ്റ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ്സ് നോക്കുന്ന സമയത്ത് 21st എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. ദിവസങ്ങളില്ല, 21st നമ്മളുടെ ഫസ്റ്റ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ തുടങ്ങുന്നത്. 21 മുതൽ 28 ജൂലൈ വരെയാണ് നമ്മളുടെ സമയം, ഫസ്റ്റ് അലോട്ട്മെൻറ്റിനുള്ള സമയം എന്ന് പറയുന്നത്. അതിൽ 22 മുതലാണ് നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിനുള്ള സമയമുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ സമയം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇരിക്കരുത്. സൈറ്റൊക്കെ ഹാങ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ആസ് ഏർലി ആസ് പോസിബിൾ എന്ത് ചെയ്യുക, ഇതെല്ലാം ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ചോയ്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഓൾ ഇന്ത്യൻ്റെ കേസിൽ പിന്നെ കുഴപ്പമില്ല. ഓൾ ഇന്ത്യൻ്റെ കേസിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. അപ്പോൾ ജനറലുകാർക്ക് അത് 10,000 ആണ്, OBCക്കാർക്ക് അത് 5,000 ആണ്. അപ്പോൾ നിങ്ങളത് അടച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പം ഓൾ ഇന്ത്യൻ്റെ കേസിൽ അത് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ആണ്, അതായത് ഇൻഡിവിജ്വൽ റൗണ്ടുകളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റിൽ ഒരു 10,000 രൂപ അടച്ചിട്ട് നിങ്ങൾക്കൊരു ചോയ്സ് ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങളൊരു കാൻഡിഡേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. പക്ഷേ ഇനിയിപ്പം നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വേണ്ട, നിങ്ങളെ ചോയ്സ് ഫില്ലിംഗ് ഒക്കെ തെറ്റിപ്പോയി, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാം. പുതിയതായിട്ട് പൈസ അടച്ചിട്ട് വീണ്ടും പൈസ അടയ്ക്കാം. എന്നിട്ട് നിങ്ങളുടെ ചോയ്സ് ഒക്കെ മാറ്റിയിട്ട് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഓൾ ഇന്ത്യയിലുണ്ട്. പക്ഷേ സ്റ്റേറ്റിലില്ല, മനസ്സിലാക്കണം. സ്റ്റേറ്റിൽ ഒറ്റ തവണ മാത്രമേ രജിസ്ട്രേഷൻ ഉള്ളൂ. നോ ന്യൂ രജിസ്ട്രേഷൻസ് ഇൻ കീം. ഓക്കെ, സോ യെസ്. അപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചോയ്സ് ഫില്ലിങ്ങും കാര്യങ്ങളും, അപ്പോൾ മാക്സിമം പൈസ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ചോയ്സ് ഫില്ലിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ 22 മുതൽ 28 ജൂലൈ 11:55 രാത്രി വരെയാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, ചോയ്സ് ഫില്ലിങ്ങുള്ള സമയമുള്ളത്. അത് കഴിഞ്ഞ് 29th 30 അതിൻ്റെ ഒരു പ്രോസസ്സിങ് ടൈമാണ്. അത് കഴിഞ്ഞ് ജൂലൈ 31 നമ്മളുടെ ഫസ്റ്റ് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടാകും. അതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സമയമാണ് 1 മുതൽ 6 വരെ, ഓഗസ്റ്റ് 1 മുതൽ 6 വരെ നിങ്ങൾക്ക് കോളേജസിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള സമയമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 7 മുതൽ 8 വരെ നിങ്ങൾക്ക് എന്താണ്, അത് കോളേജസ് അല്ലെങ്കിൽ MCC നിങ്ങളുടെ ഡേറ്റാസും സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്ന ഒരു സമയമാണ്. ഇത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് കൗൺസിലിംഗ് തുടങ്ങുന്നത്. കറക്റ്റ് ഡേറ്റുകൾ നമ്മളുടെ കയ്യിലില്ല, പക്ഷേ ഓവറോൾ ഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, MCC കൊടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് റൗണ്ട് ഓഫ് കൗൺസിലിംഗ് ഓൾ ഇന്ത്യ വരുന്നത് 21 മുതൽ 30th ആണ്. ഓക്കെ, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് കൗൺസിലിംഗ് തുടങ്ങുന്നത് 30 മുതൽ 6 ഓഗസ്റ്റ് വരെ ആയിരിക്കും എന്ത്, സ്റ്റേറ്റ് കൗൺസിലിംഗ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ നോക്കിയിട്ട് സ്റ്റേറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എന്ത് ചെയ്യുന്നത്, ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് കൗൺസിലിംഗ് നടക്കേണ്ടത് 30 മുതൽ, അതായത് 21 എന്ത് ചെയ്യും, നമ്മളുടെ ഓൾ ഇന്ത്യ വരും. 30 നമ്മളുടെ കീം എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. കീമിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നുണ്ടാവുക ഏകദേശം ഒരു 7 8 കഴിഞ്ഞു, ഏകദേശം ഒരു 9 ഒക്കെ ആയിട്ടായിരിക്കും റിസൾട്ട് വരുന്നുണ്ടാവുക. നേരെ മറിച്ച് നമ്മളുടെ ഓൾ ഇന്ത്യയുടെ എന്ത് ചെയ്യും, 31 തന്നെ റിസൾട്ട് വരും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ചാൻസസും കീമിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ നടത്തുന്നത്. അപ്പോൾ 13 മുതൽ 14 വെരിഫിക്കേഷൻ, സ്റ്റേറ്റ് വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത്. ഇനി ഇതിൽ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ജോയിനിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ജോയിനിങ് എന്ന് പറയുന്നത് 6 ഓഗസ്റ്റിനാണ് ഫസ്റ്റ് റൗണ്ടിൽ. സെക്കൻഡിലാണെന്നുണ്ടെങ്കിൽ അത് 12 ഓഗസ്റ്റിനാണ് ലാസ്റ്റ് ഡേറ്റ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് റൗണ്ടിൻ്റെ വരുന്നത്. ഇനി ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ് ഇൻ ഓൾ ഇന്ത്യ. ഓൾ ഇന്ത്യയിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് തുടങ്ങുന്നത് ഓൾ ഇന്ത്യയിലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് തുടങ്ങുന്നത് 12 ഓഗസ്റ്റിനാണ്. അതായത് സ്റ്റേറ്റിൽ നമ്മൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 12 ആണ്.
ആ 12-നാണ് എന്ത് തുടങ്ങുന്നത്, നമ്മുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് തുടങ്ങുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ള സമയം നിങ്ങൾക്ക് അവിടെ ഒരു ബ്രീത്തിങ് ടൈം കിട്ടും അതിനിടയിലായിട്ട് കേട്ടോ. അപ്പോൾ 12th ഓഗസ്റ്റ് മുതൽ 18-ാം തീയതി വരെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ്, 13th to 18th വരെയാണ് അതിൻ്റെ ചോയ്സ് ഫില്ലിങ്, 19th to 20 പ്രോസസ്സിംഗ് ടൈം, 21st ഓഗസ്റ്റിന് എന്ത് ചെയ്യും സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വരും. 22nd മുതൽ 29th വരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സമയം, 30 മുതൽ സെപ്റ്റംബർ 1 വരെ നമുക്ക് എന്താണ് അവരുടെ വെരിഫിക്കേഷൻ ടൈമാണ്. അതേസമയം സ്റ്റേറ്റിൻ്റെ രണ്ടാമത്തെ കൗൺസിലിംഗ് നടക്കുന്നുണ്ടാവും. 19-ാം തീയതി മുതൽ 29 വരെയാണ് സ്റ്റേറ്റിൻ്റെ സെക്കൻഡ് കൗൺസിലിങ്ങിൻ്റെ ഡേറ്റുകൾ വരുന്നത്. 19-നാണ് സെക്കൻഡ് കൗൺസിലിംഗ് തുടങ്ങുന്നത്. അതിൻ്റെ വെരിഫിക്കേഷനും കാര്യങ്ങളും 5th മുതൽ 6th സെപ്റ്റംബർ വരെ. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഓൾ ഇന്ത്യയുടെ തേർഡ് അലോട്ട്മെൻറ്റ് നടക്കും. ഓൾ ഇന്ത്യയുടെ തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത് സെപ്റ്റംബർ 3 മുതൽ സെപ്റ്റംബർ 8 വരെയാണ്. അത് കഴിഞ്ഞ് 3rd to 8th സെപ്റ്റംബറാണ് ചോയ്സ് ഫില്ലിംഗ് ഡേറ്റ്സ് വരുന്നത്. 9th 10th അതിൻ്റെ വെരിഫിക്കേഷൻ ടൈമാണ്, പ്രോസസ്സിംഗ് ടൈമാണ്. 11 സെപ്റ്റംബറിനാണ് നമ്മളുടെ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വരുന്നത്. 12th to 18th അതിൻ്റെ അഡ്മിഷൻ എടുക്കാനുള്ള സമയമാണ്. ആൻഡ് 19th to 21st സെപ്റ്റംബർ എന്താണ് അവിടുത്തെ വെരിഫിക്കേഷൻ ടൈമാണ്. അതേസമയം നമ്മളുടെ സ്റ്റേറ്റിൻ്റെ എന്ത് നടക്കും, തേർഡ് അലോട്ട്മെൻറ്റ് റൗണ്ട് 3 നടക്കുന്നുണ്ടാകും. അത് 9th സെപ്റ്റംബർ to 18th സെപ്റ്റംബറാണ് എന്ത് ചെയ്യുന്നത് തേർഡ് റൗണ്ട് നടക്കുന്നുണ്ടാവുക കേട്ടോ. ഇങ്ങനെ കംപ്ലീറ്റ് നടന്നതിന് ശേഷം ഇതിലൊന്നും അലോട്ട്മെൻറ്റിൽ കിട്ടാത്ത ആൾക്കാർക്ക് ഒരു സ്ട്രേ റൗണ്ട് നടക്കുന്നുണ്ടാവും. ആ സ്ട്രേഡ് റൗണ്ട് നടക്കുന്നത് 22nd സെപ്റ്റംബർ മുതൽ 26ാം തീയതി സെപ്റ്റംബർ വരെ എന്ത് ചെയ്യുന്നുണ്ടാകും സ്ട്രേ റൗണ്ട് നടക്കുന്നുണ്ടാവും. ശ്രദ്ധിക്കണം, ഈ സ്ട്രേ റൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യാത്തവർക്കല്ല, ഒരു അലോട്ട്മെൻറ്റിലും പേര് പോലും വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് സ്ട്രേ റൗണ്ട് നടക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ സ്ട്രേ റൗണ്ട് ഓൾ ഇന്ത്യയുടെ സ്ട്രേ റൗണ്ട് 22nd മുതൽ 26th വരെയാണ്. അതേസമയം സ്റ്റേറ്റിൻ്റെത് 25th മുതൽ 29th വരെയാണ്. സ്ട്രേ റൗണ്ട് ഏതിൽ നടക്കുന്നത്, കീമിൻ്റെ സ്ട്രേ റൗണ്ട് ഉണ്ടാവുക. കീമിൻ്റെ വെബ്സൈറ്റിൽ നമ്മളുടെ കറക്റ്റ് ഡേറ്റ്സും കാര്യങ്ങളും പബ്ലിഷ് ചെയ്ത ഉടനെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാകും. ഇപ്പോൾ നിലവിൽ അത് പുറത്ത് വന്നിട്ടില്ല. ഇതിപ്പോൾ MCC തന്നിട്ടുള്ള ഡേറ്റ്സ് ആണ്. നമ്മളുടെ ഡേറ്റ്സ് മിക്കവാറും ചിലപ്പോൾ ചില രീതിയിലെങ്കിലും ഒരു ഡിലേ വരാനുള്ള സാധ്യത നമ്മൾ ഈ വർഷം കാണുന്നുണ്ട്, പക്ഷേ ഉണ്ടാവില്ല നമുക്ക് വിചാരിക്കാം. എനിവേസ് സ്കീമിൻ്റെ കംപ്ലീറ്റ് ഡേറ്റാസും ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. റെഡി. സോ ഇങ്ങനെയാണ് നമ്മളുടെ ഡേറ്റ്സും കാര്യങ്ങളും വരുന്നത്. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നത്. അതായത് അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സുകൾ നടക്കുമ്പം നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യാം, ഒന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റതിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാ കേസസും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മളുടെ ഓൾ ഇന്ത്യക്ക് ഞാൻ AI എന്ന് എഴുതുവേട്ടെ. AI എന്ന് എഴുതിയിട്ട് ഓൾ ഇന്ത്യ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. അപ്പോൾ ആദ്യം ഓൾ ഇന്ത്യ ആണല്ലോ, നിങ്ങൾ ഓപ്ഷനൊക്കെ രജിസ്റ്റർ ചെയ്തു, ഓൾ ഇന്ത്യയുടെ റിസൾട്ട് വന്നു. അപ്പോൾ നിങ്ങൾ പൈസയൊക്കെ അടിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ആര് വരിക, കീമിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങുക. പക്ഷെ അതുകൊണ്ട് അപ്പോൾ ഫസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റേ കിട്ടിയിട്ടുണ്ടാവില്ല, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യും സെക്കൻഡ് റൗണ്ടിലേക്ക് പോകും. ഓക്കെ, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ഫ്രീ എക്സിറ്റ് എന്ന് പറയും, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ജോയിൻ ചെയ്യാന്നുള്ളതാണ്. ഇങ്ങനെ 2 ഓപ്ഷനാണ് നമ്മൾക്ക് ഓൾ ഇന്ത്യയിലുള്ളത്. ഓക്കെ, ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിവിടെ രണ്ടാമത്തും കൂടെ എഴുതാണ്. AI സെക്കൻഡ്, കീം സെക്കൻഡ്. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മളുടെ ഓൾ ഇന്ത്യ തേർഡ്, ഇത് കഴിഞ്ഞ് നമ്മളുടെ കീം തേർഡ്. റെഡി. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ഫ്രീ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാം. ഫ്രീ എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടച്ചിട്ടുള്ള രജിസ്ട്രേഷൻ ഫീ നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് ചാടാനുള്ള ഒരു ഓപ്ഷനാണ് എന്ത് ഫ്രീ എക്സിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഫ്രീ എക്സിറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീമിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. അതായത് ഇപ്പം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കീമിലും നിങ്ങൾക്ക് എന്ത് കിട്ടും, അലോട്ട്മെൻറ്റിൽ നിങ്ങൾ വരുമല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് അടിക്കാം, നിങ്ങൾ ആ കോളേജ് ജോയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു ഫ്രീ എക്സിറ്റ് ചെയ്യുന്നു. ഫ്രീ എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടച്ച രജിസ്ട്രേഷൻ ഫീ നഷ്ടപ്പെടില്ല, നിങ്ങൾക്ക് നേരെ സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാൻ പറ്റും ഓൾ ഇന്ത്യയുടെ. ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ജോയിൻ ചെയ്യാന്നുള്ളതാണ്. ജോയിൻ ചെയ്താലും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾ ഇന്ത്യയിലെ ഫസ്റ്റ് കിട്ടുന്ന ഓപ്ഷനിൽ നിങ്ങൾ പോയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇനി ജോയിൻ ചെയ്ത് കഴിഞ്ഞാലുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കീമിൻ്റെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു കോളേജ് കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഒഴിവാക്കി, അതായത് ഓൾ ഇന്ത്യയിൽ അലോട്ട്മെൻറ്റ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് കീമിലെ കോളേജിൽ ചേരാനുള്ള സാധ്യതയുണ്ട്, ചേരാനുള്ള അവസരമുണ്ട്.
ഓക്കെ, ഇത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമ്മൾ സേഫാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ കോളേജ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഇനി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും കീമിൽ നമുക്ക് നല്ലൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് മാറാം. ഓക്കെ, ഇപ്പം നമ്മൾ കീമിലേക്ക് മാറാം. റെഡി? ഇനി കീമിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കീമിൽ നമുക്ക് ഓപ്ഷൻ ഒന്നുമില്ല. അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവണം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതായത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോക്കാണ്. ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായി, കീമെന്ന് മൊത്തത്തിൽ അങ്ങ് പുറത്തായി. നമ്മളിപ്പോൾ ഓൾ ഇന്ത്യയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫ്രീ എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നമുക്ക് പങ്കെടുക്കാം. പക്ഷേ കീമിൽ നിങ്ങൾ പോയിട്ട് ഫ്രീ എക്സിറ്റ് എന്നൊരു ഓപ്ഷൻ അവിടെ ഇല്ല. നിങ്ങൾ പോയിട്ട് ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാവുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഹയർ ഓപ്ഷനിലേക്ക് പോകാം, രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലും പങ്കെടുക്കാം. ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ. കീമിൽ പിന്നെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. റെഡി? യെസ്. അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, കീമിൽ നിങ്ങൾക്കൊരു കോളേജ് കിട്ടി, നിങ്ങൾ ജോയിൻ ചെയ്തു. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓൾ ഇന്ത്യ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഓക്കെ, ഓൾ ഇന്ത്യ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പങ്കെടുത്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമ്മൾ പങ്കെടുത്ത് കഴിയുമ്പം ഇവിടെ കീമിൽ നിങ്ങൾ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക കേട്ടോ. അതായത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കീമിൽ നിന്ന് പുറത്താണല്ലോ. പിന്നെ നിങ്ങൾ ഓൾ ഇന്ത്യ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ കീമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും. സെക്കൻഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾ പോയി ജോയിൻ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഏത്? അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായി, നിങ്ങൾ അടച്ചിട്ടുള്ള രജിസ്ട്രേഷൻ ഫീ നഷ്ടപ്പെടും. ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് തിരിച്ച് നിങ്ങൾക്ക് റീഇംബേഴ്സ് ചെയ്തിട്ട് കിട്ടും, റീഫണ്ട് കിട്ടും. ഓക്കെ, അത് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് എക്സിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ രജിസ്ട്രേഷൻ ഫീ നഷ്ടപ്പെടും. പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ക്ലിയർ ആവുന്നുണ്ടോ? പിന്നെ നിങ്ങൾക്ക് സ്ട്രേ അലോട്ട്മെൻറ്റിൽ വേണമെങ്കിൽ എന്താ ചെയ്യാം, പങ്കെടുക്കാം. പക്ഷേ ഇപ്പോൾ ഓൾ ഇന്ത്യ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമ്മൾക്കൊരു കോളേജ് കിട്ടി. ഓക്കെ, അപ്പം നമ്മൾ ജോയിൻ ചെയ്യാതെ വെയിറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? കീമിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ കിട്ടാൻ വേണ്ടി. കാരണം നമ്മളിവിടെ ഒരു കോളേജ് സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ കീമിൽ നമുക്ക് ഹയർ ഓപ്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. കാരണം ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ ഫീസ് എന്ത് ചെയ്യില്ല, തിരിച്ചു കിട്ടൂല. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എന്തായാലും നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഓൾ ഇന്ത്യ നിങ്ങൾ ചൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീ നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളുടെ കീമിന് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ ജോയിൻ ചെയ്യണോ വേണ്ടേ എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീ തിരിച്ചു കിട്ടും. ഓക്കെ, പക്ഷെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീ നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്തിൻ്റെ? കീമിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ്. കീമിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു കോളേജ് കിട്ടി, നിങ്ങൾക്ക് അവിടെ പോയിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഇവിടെ നിങ്ങൾ കീമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തില്ല, പിന്നെ അവിടെ നിങ്ങൾ ലോക്കാണ്. അതായത് ഓൾ ഇന്ത്യയിൽ നിങ്ങൾക്കൊരു കോളേജ് കിട്ടി, നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കീമിലേക്ക് വരാൻ പറ്റില്ല. കീമിലൊരു കോളേജ് കിട്ടി നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തേർഡ് റൗണ്ടിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റില്ല. ക്ലിയർ ആണോ? അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അവിടെ നമ്മൾ ലോക്കായി. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഓൾ ഇന്ത്യ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ലോക്കാണ്. പിന്നെ നിങ്ങൾക്ക് കീമിനൊരു ഓപ്ഷൻ ഇല്ല. കീമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ലോക്കാണ്. പിന്നെ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഉണ്ടാവുക തേർഡ് അലോട്ട്മെൻറ്റ്. തേർഡ് അലോട്ട്മെൻറ്റ് ആർക്ക് മാത്രമാണ്? ഇവിടെ ഓൾ ഇന്ത്യ ജോയിൻ ചെയ്ത ഒരാൾക്ക് ഹയർ ഓപ്ഷനിലേക്ക് പോകാൻ തേർഡ് അലോട്ട്മെൻറ്റ് ഓൾ ഇന്ത്യ ഉണ്ടാകും. ഇവിടെ കീം ചൂസ് ചെയ്ത ഒരാൾക്ക് ഹയർ ഓപ്ഷനിലേക്ക് പോകാൻ കീമിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ്. അല്ലാണ്ട് വേറൊരാൾക്കും ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് എന്തുണ്ടാവില്ല, കിട്ടൂല. ഇനി ഈ പറഞ്ഞ എല്ലാ അലോട്ട്മെൻറ്റുകളിലും ഒരാൾക്ക് പോലും എന്ത് ചെയ്യുന്നില്ല, ഒരു അലോട്ട്മെൻറ്റ് പോലും കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ കിടക്കുന്ന സീറ്റുകളൊക്കെ എന്തായിരിക്കും, വാക്കൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള സീറ്റുകളിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അലോട്ട്മെൻറ്റാണ് സ്ട്രേ അലോട്ട്മെൻറ്റ്. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതിൻ്റെ ഡേറ്റ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം, വളരെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങളുടെ ഡൗട്ട്സ് കംപ്ലീറ്റ്ലി നമ്മൾ കവർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നമുക്കൊരു കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് തരാം. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്ത് തരാം. അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനും എന്ത് ചെയ്യാം, ബാക്കി റിപ്ലൈസും കാര്യങ്ങളും തരാം. സോ ഇതേപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഇനിയിപ്പോൾ നമ്മളുടെ കീമിൻ്റെ ഡേറ്റ്സും കൂടെ അനൗൺസ് ചെയ്യാനേ ഉള്ളൂ. അതും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ, ഒരു പിക്ചർ കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റ് മാത്രമാണ് നമുക്കൊരു പ്രശ്നം. സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾ എന്താണോ ചൂസ് ചെയ്യുന്നത് അവിടെ നിങ്ങൾ ലോക്കാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമ്മൾ സേഫാണ്. ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, കീമിന് പ്രശ്നമുണ്ട് കേട്ടോ. അതായത് കീമിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കീമിലേക്കുള്ള ചാൻസ് പോകും. അപ്പോൾ കീമിൽ അങ്ങ് ജോയിൻ ചെയ്തിട്ടാൽ മതി, എന്നിട്ട് പിന്നെ വേണമെങ്കിൽ ഓൾ ഇന്ത്യയിലേക്ക് വന്നാൽ മതി എന്നുള്ള കാര്യം. ഓക്കെ,
സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾ ഇന്ത്യ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റൗണ്ടുകളാണ്. പക്ഷേ കീം എന്ന് പറയുന്നത് അതല്ല, ഒറ്റ തവണ മാത്രമേ രജിസ്ട്രേഷൻ ഉള്ളൂ. പുതിയ രജിസ്ട്രേഷൻ അവർ അനുവദിക്കുന്നില്ല. അപ്പോൾ ആദ്യത്തെ കീമിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കീമിലേക്ക് പോകാനൊരു ഓപ്ഷൻ ഇല്ല. അതായത് ഇപ്പോൾ ആദ്യത്തെ കീമിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് പോകാനൊരു ഓപ്ഷനേ ഇല്ല. ഫസ്റ്റ് കീമിൽ ആരാണോ ഉള്ളത് അവരെ മാത്രമേ സെക്കൻഡ് കീമിലേക്ക് പരിഗണിക്കുകയുള്ളൂ. പക്ഷേ നേരെ മറിച്ച് ഓൾ ഇന്ത്യൻ്റെ കേസിൽ നിങ്ങൾ ഫസ്റ്റിൽ അപ്ലൈ ചെയ്തില്ല, ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾ ഇന്ത്യ സെക്കൻഡിലേക്ക് പൈസ അടച്ചിട്ട് രണ്ടാമത് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ക്ലിയർ? അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻഡിവിജ്വൽ റൗണ്ടാണ് ഓൾ ഇന്ത്യക്ക്, നോ ന്യൂ രജിസ്ട്രേഷൻസ് ഇൻ കീം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാകും ഇത് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നവർ, അവർക്കും കൂടെ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ടാവും. താങ്ക് യു സോ മച്ച്. ബൈ.